ശ്രീമതി സോയ ജോസഫ്, ഇപ്പം സിന്ധുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്ര കാലം ഈ മണ്ഡല പുനർനിർണയം വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും? അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ശരിയാണ്, പല കാലയളവിൽ ഒരു തവണ ഇന്ദിരാഗാന്ധിയും അത് കഴിഞ്ഞ വാജ്പേയിയും ഒക്കെ നിർത്തിവെച്ചു. അന്ന് അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മണ്ഡല പുനർനിർണയം വേണ്ട എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷം എന്താണ് പ്രപ്പോസ് ചെയ്യുന്ന കാര്യം എന്താണ്? അല്ല, മണ്ഡല പുനർനിർണയമല്ലല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് വരുന്നത്. നമ്മൾ മണ്ഡല പുനർനിർണയത്തെ പറ്റിയല്ല ചർച്ച ചെയ്യുന്നത്, നമ്മൾ വനിതാ സംവരണത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് നേരത്തെ BJPയുടെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായി, ഇവിടെ ഇരിക്കുന്ന പാനലിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നിരാശയാണ്, അവരൊന്നും ആത്മാർത്ഥതയില്ലാതെയാണ് സംസാരിക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ നമ്മൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്തിനകത്ത് ഈ ബില്ല് നടപ്പിലാക്കാൻ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത കൂട്ടർ ഈ നാട്ടിലെ ഭരണപക്ഷമാണ് എന്ന് തെളിയിച്ച ദിവസം കൂടിയാണിത്. ഇത് പറഞ്ഞത് 2023 ഈ ബില്ല് വിമൻ റിസർവേഷൻ എന്ന് പറയുന്ന ബില്ല് പാസ്സായതാണ്. അത് കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ചില പാർട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ OBC റിസർവേഷനുമായൊക്കെ ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ബില്ലായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് വിമൻ റിസർവേഷനെ പറ്റി പറയുമ്പോൾ ഇത്ര ആത്മാർത്ഥതയുള്ള കൂട്ടർ? ആദ്യം തന്നെ പറയട്ടെ, ഈ BJPക്ക് ഇതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇതൊരു കണ്ടീഷണൽ ബില്ലാക്കി അവതരിപ്പിച്ചത്? കണ്ടീഷണൽ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇത് നടപ്പിലാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു വെക്കുന്ന കണ്ടീഷൻ വെക്കുമ്പോൾ തന്നെ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞു വെക്കേണ്ട കൃത്യമായിട്ടുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീടും നമ്മൾ വിചാരിപ്പുറത്തേക്ക് ഇത് നടപ്പിലാക്കാനായിരുന്നെങ്കിൽ 2024 നടപ്പിലാക്കി കൂടെ എന്ന് ചോദിച്ചു. ഇപ്പൊ നേരത്തെ അവർ പറയുന്നുണ്ടായിരുന്നു, പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്ത സമയമില്ല, ഇലക്ഷൻ ഇല്ലാത്ത സമയമില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് 2024 നടപ്പിലാക്കി കൂടാ? എന്തിനാണ് ഇത് കൂട്ടിക്കുഴച്ച്? ഇത് കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതിൽ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുക, മറ്റാളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുക, ഞങ്ങളാണ് നാരീശക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുണ്ടാക്കുക. എന്നാൽ ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കുഴിച്ചു മൂടാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അവർക്കറിയാം, BJPയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം, ഇത് വോട്ടിനിടും, ഇത് വോട്ടിനിട്ടാൽ പാസ്സാകില്ല. ഇതൊക്കെ അറിയാവുന്ന ആളുകളല്ലേ. എന്നിട്ട് എന്തിനാണ് ഇത് വോട്ടിനിടാൻ ഇത്ര ആത്മാർത്ഥതയുള്ള ആളുകൾ? എന്തുകൊണ്ട് ഒരു ജോയിന്റ് സിറ്റിംഗിന് വേണ്ടി, ഒരു JPCക്ക് മുൻപിൽ വെക്കാൻ വേണ്ടി ഇത് തയ്യാറായില്ല? ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പ് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വെക്കട്ടെ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് പറ്റിയില്ല? അപ്പൊ ഇത് വോട്ടിനിടുമെന്നും പരാജയപ്പെടുമെന്നും ഇത് പരാജയപ്പെടുന്നത് പ്രതിപക്ഷമാണെന്നും വരുത്തി തീർത്ത് അതിന്റെ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, BJP ഒഴികെയുള്ള മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിനോട് അല്ലെങ്കിൽ ഈ ബില്ല് നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ഇന്നും സഭയിൽ സംസാരിച്ച മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെ ലീഡേഴ്സും പറയുകയുണ്ടായി, നിങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കൂ, നിങ്ങൾ ഈ 543 അംഗങ്ങളെ വെച്ച് നിങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കൂ. ഇപ്പോൾ 74 അംഗങ്ങളാണുള്ളത്, അത് 181 മാറും. അങ്ങനെ മാറട്ടെ. പക്ഷേ അതിൽ നഷ്ടം സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ BJPക്കാണ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പുരുഷ പ്രജകൾക്ക് റെപ്രസെന്റേറ്റീവ്സിന് ഇത് നഷ്ടപ്പെടും എന്നുള്ള ബോധ്യത്തിലാണോ ഇത് നടപ്പിലാക്കാത്തതെന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ള കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് സമയത്ത് വെറുതെ ഇത് കൂട്ടിക്കുഴച്ച് മനുഷ്യർക്കിടയിൽ, സ്ത്രീകൾക്കിടയിലൊക്കെ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആളുകൾക്ക് തിരിച്ചറിഞ്ഞു, ആളുകൾക്ക് മനസ്സിലായി. നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ഇത് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവർ BJP മുന്നോട്ട് വെക്കുന്ന, NDA മുന്നോട്ട് വെക്കുന്ന ഈ ഗിമ്മിക്കൊക്കെ ഈ നാട്ടിലെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയും. ഞങ്ങളൊക്കെ പിന്നെ വനിതാ സംവരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്, പൊതുപ്രവർത്തനം രംഗത്ത് നിൽക്കുന്ന സ്ത്രീകളാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇത് ഇത്തരത്തിൽ ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നു. ഞാൻ ബില്ലിന്റെ ഡ്രാഫ്റ്റ് വായിച്ചു. ആ ഡ്രാഫ്റ്റിൽ കുറെ കാര്യങ്ങൾ പറയുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, നമുക്കിത് നടപ്പിലാക്കാൻ ഇനി സെൻസസ് അനുസരിച്ച് നടപ്പിലാക്കണമെങ്കിൽ സമയമെടുക്കും. ആ സമയം എടുക്കുന്നത് കൊണ്ട് ലാസ്റ്റ് പബ്ലിഷ്ഡ് ഡേറ്റ വെച്ച് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ ബില്ല് അവസാനിപ്പിക്കുന്നത്. പിന്നെ എവിടെയാണ് ഇതിൽ 50% പറ്റി പറയുന്നത്, അല്ലെങ്കിൽ 50% ഹൈക്ക് തരാം എന്ന് പറയുന്ന അത് മോദിയുടെയും അമിത്ഷായുടെയും ഗ്യാരണ്ടി ആയിരുന്നു. സോയ, അത് ആ ഡ്രാഫ്റ്റിൽ ഇല്ലാത്ത പരിഗണിക്കാൻ കഴിയില്ല. അല്ല, അത്തരത്തിലൊന്നും നമുക്കതിനെ പരിഗണിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഈ പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്നതിന് ഒരു ലീഗൽ മെക്കാനിസത്തെ പറ്റി പറയുന്നില്ല. മുൻധാരണകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പഠനവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല, കമ്മീഷൻ ഉൾപ്പെടെ. കാരണം ഈ ബില്ലിൽ അപകടകരമായ ചില കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് വായിക്കുമ്പോൾ ഇവർ പറയുന്നതാണ്, പോപ്പുലേഷനെ ഇനി നമ്മൾ പാർലമെന്റ് ഡിഫൈൻ ചെയ്യും.
ഈ നാട്ടിലെ സെൻസസ് എപ്പോഴാണ് ആർട്ടിക്കിൾ 81 പറയുന്നത്, 82 പറയുന്നത് പോലെ പിന്നെ ഡിലിമിറ്റേഷൻ ആഫ്റ്റർ ഈച്ച് സെൻസസ് എന്ന് പറയുന്ന ഒരു വാചകം എടുത്തു മാറ്റിയിട്ട് പറയുന്നതാണ്. ഈ പറയുന്നതുപോലെ അത് സെൻസസ് പറയുന്നില്ല, ഡിലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റുവൻസീസ് എന്ന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സെൻസസ് എന്നുള്ള വാക്കപ്പാടെ എടുത്തു കളഞ്ഞിട്ട് അതായത് ഇനി പാർലമെന്റിന് തോന്നുന്ന വിധത്തിൽ നമുക്ക് ഡിലിമിറ്റേഷൻ നടത്താം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. പോപ്പുലേഷനെ പാർലമെന്റ്